താരപ്പകിട്ടിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ എന്നും ഒരുപാട് ഗൃഹാതുരത്വം കാത്തുസൂക്ഷിക്കുന്നവരാണല്ലേ? യെസ്, അത്തരത്തിലൊരു നൊസ്റ്റാൾജിയ തോന്നുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജലജ ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. ഹായ് ചേച്ചി. ഹായ്. ഞാനിങ്ങനെ ഗൃഹാതുരതയുടെ കാര്യം പറയുന്നത്, ചേച്ചിക്ക് ഏറ്റവും നൊസ്റ്റാൾജിയ തോന്നുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും സിനിമ കാണുമ്പോഴാണോ അതോ തിരുവനന്തപുരത്ത് വരുമ്പോഴാണോ? സിനിമ കാണുമ്പോഴെന്ന് പറയാനായിട്ട് ഇപ്പം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പം ഹോളിഡേക്ക് വന്നതാണ്. അപ്പം മേനു ചേട്ടൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എക്സിബിഷനും ബുക്ക് റിലീസും എല്ലാം ആയിട്ട്. അപ്പം ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് പറയാം. തമ്പ് എന്ന് പറഞ്ഞ പടം ആദ്യം ചെയ്തെങ്കിലും അത് കഴിഞ്ഞിട്ട് പടം റിലീസായെങ്കിലും പക്ഷേ ജലജ എന്ന നടി അറിയപ്പെടാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ രാധ എന്ന പെൺകുട്ടിയിലൂടെയാണ്. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ നായിക ആക്കിയതെന്ന് പറയാം. ജലജ എന്ന പെൺകുട്ടിയെ രാധ എന്ന പെൺകുട്ടി മാറ്റിക്കളഞ്ഞു. അതെ. അപ്പം അങ്ങനെ ആ ഫിലിമോട് കൂടിയിട്ടാണ് അപ്പം അറിയാൻ തുടങ്ങി. അപ്പം സോ അതിൽ കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത്രയും വർഷത്തിന് മുമ്പ് ആ പടം ചെയ്തത് ടു വർക്ക് വിത്ത് സോ മെനി ഇപ്പം മൺമറിഞ്ഞു പോയ ഒത്തിരി ആർട്ടിസ്റ്റ്. ശരിക്കും അതിലൊരു ഭാഗ്യമായിരുന്നു എനിക്ക് കൊട്ടാരക്കര സാറിൻ്റെ കൂടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ട്രൂ ലെജൻഡ് വർക്കിംഗ് വിത്ത് ഹിം. അതെ പറഞ്ഞത് ആരും അങ്ങനെ ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ എടുത്തപ്പോൾ പറയായിരുന്നു ചേച്ചിക്ക് ഒരു ഭാഗ്യമുണ്ട്. അപ്പം അവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനും അങ്ങനെ, ബിക്കോസ് എനിക്കൊരു ഭാഗ്യമുണ്ടായി. മിക്ക ഭരതൻ സാറ്, പത്മരാജൻ സാറ്, അടൂർ, ഇപ്പോൾ അടൂർ സാർ ഓഫ് കോഴ്സ് ഉണ്ട്, ബട്ട് അങ്ങനെയുള്ള കുറേ പീരീഡിൽ കുറേ നമ്മൾ നല്ല മലയാളം ഫിലിംസ് ചെയ്തിരുന്ന സമയത്തുണ്ടല്ലോ, നല്ല ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത്, ഓഫ് കോഴ്സ് ഇപ്പോഴും നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല ഫിലിംസ് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പീരീഡ് ഇപ്പോൾ ഇനി അവരുടെ ഫിലിംസ് ഇനി കിട്ടാൻ വഴിയില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രൂലി സംതിങ് വിച്ച് ഐ വിൽ അപ്രീഷിയേറ്റ്. അല്ല, അതൊരു അതെ, ഭാഗ്യമായിട്ട് ഐ എം വെരി ലക്കി ടു ബി. ഞാനും വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. കാര്യം നമ്മളിപ്പോഴും ചിലപ്പം ചാനൽ മാറ്റുമ്പോൾ യവനികയും മർമ്മരങ്ങളും ഒക്കെ കാണുമ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഇന്ന് വിശേഷം പറയാൻ എനിക്കും പറ്റി. ചേച്ചി, ഈ മേനോൻ സാറ് ആ എക്സിബിഷൻ എന്നൊക്കെ പറയുന്നപ്പോൾ എത്രമാത്രം ഫോട്ടോസ് കളക്ട് ചെയ്തു, എത്രമാത്രം ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ പുറകിലുള്ള ഒരു വർക്ക്, ആ ഒരു ഹാബിറ്റൽ ഇറ്റ്സ് വെരി കമൻഡബിൾ. ഇറ്റ്സ് വെരി, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് വെരി കമൻഡബിൾ. പക്ഷേ വേറൊരു വലിയൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാധ എന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഫിലിംസ് ഇറങ്ങി തുടങ്ങിയ സമയത്ത് ടുവേർഡ്സ് ദി എൻഡായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. പക്ഷേ എന്താണ്, പടം നന്നായിട്ട് ഓടുകയും 25 ദിവസം പിന്നീടൊക്കെ ചെയ്ത പടമാണ്. പക്ഷെ അതിൻ്റെ പ്രിൻ്റ് ഇല്ല എന്ന് പറയുന്നത് കിട്ടുന്നത്. അതൊരു വലിയ വിഷമമായി പോയി കേട്ടപ്പോഴത്തേക്കും. ബിക്കോസ് അതിൻ്റെ ഫോട്ടോസൊക്കെ ആണെങ്കിലും കുറച്ച് അവരിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്. ബട്ട് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കിട്ടി. അതിൽ വലിയൊരു സന്തോഷം. അതെ, ഇപ്പം ഇന്നലെ ഞാൻ തോന്നുന്നു പറയുന്നത് കേട്ടോ, മറ്റേ ശിവാജി സാറിൻ്റെ കർണൻ എന്ന് പറഞ്ഞ അത് ഡിജിറ്റലി ഇപ്പം ആ ഒരു സാങ്കേതികമായിട്ടുള്ള ഭയങ്കര ടെക്നോളജിക്കലി കുറേ ഡെവലപ്ഡ് ആയതുകൊണ്ട് അപ്പം പണ്ടത്തെ പടങ്ങൾ അതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പടങ്ങളാണെങ്കിലും നമ്മുടെ മീൻസ് ഈ തുടക്കത്തിലുള്ള മലയാളം ഫിലിംസ് അങ്ങനെയൊക്കെ ഉള്ള ഫിലിംസ് പറയാൻ അത് ശരിക്കും പറഞ്ഞാൽ സൂക്ഷിച്ച് വെക്കണം. ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ കുറച്ചുകൂടെ ഈസിയറാണ് ചേച്ചി പഴയതും. പക്ഷെ അതൊരു നല്ല കാര്യമാണ് തീർച്ചയായും, ടു സേവ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് അല്ലേ. ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് കാര്യം പഴയ സിനിമകളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഭവം അല്ല. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം 85 വർഷമായി മലയാള സിനിമയ്ക്ക്. അപ്പം ഇതൊക്കെ ഒരു നമ്മൾക്ക് ഒരു 85 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബാക്കിലേക്ക് പോയിട്ട് തുടക്കത്തിലുള്ള പടങ്ങൾ എടുക്കാനും ഓരോന്ന് ചെയ്യണം എന്നാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചിയുടെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടോ? എൻ്റെ കുറേ പഴയ ഫോട്ടോസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ, പക്ഷേ അത് ഒരു വേറൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ അവർക്ക് പ്രത്യേകം പറയും എന്തെങ്കിലും ഫ്രണ്ട് ഫോട്ടോസ്. ചിലർ ഭാഗ്യത്തിന് തന്നവരുണ്ട്, ചിലരാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, വല്ല വാട്സാപ്പിൽ അയക്കാനോ അല്ലെ മെയിലിൽ അയക്കാനോ അല്ലല്ലോ, പ്രിന്റ് എടുക്കണം, എടുത്ത് തരണം, പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോയി തിരക്കാണ്, കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് ഭാഗ്യത്തിന് കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാം സൂക്ഷിച്ച് ഒരു ആൽബം പോലെ വെക്കാൻ, ഇനി ആൽബം ആക്കണം, ആക്കിയിട്ടില്ല, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോൾ ആൾക്കാർ പറയും അയ്യോ അന്നത്തെ ജലജ അന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു, കുറച്ച് വണ്ണം വെച്ചു, എന്നാലും ആ സൗന്ദര്യമൊക്കെ അതേപോലെ. ചേച്ചി ഇങ്ങനെ പാർലറിലൊക്കെ പോവോ? എപ്പോഴും അല്ല, എപ്പോഴും പോവാറില്ല, വല്ലപ്പോഴും പോവാറ്. ഫ്രീ ലൈഫാണ്, ടെൻഷൻ ഫ്രീ. അത് ഹൗ യു ലുക്ക് അറ്റ് ലൈഫ്. ഇപ്പം ടെൻഷൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അതെ അങ്ങനെ ആവുള്ളൂ. സോ face the things, whatever comes to you, you have to face it and then ചേച്ചി എങ്ങനെ റേറ്റ് ചെയ്യും? ചേച്ചി ഭയങ്കര ബോൾഡ് ആണോ അതോ പാവമാണോ?
ബോൾഡാണോ എന്ന് ചോദിച്ചാൽ ഐ ആം ലൈക്ക് തീരെ പാവെന്ന് ഞാൻ പറയില്ല, പക്ഷേ പറയരുത്, ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, ആവശ്യം കാര്യങ്ങൾക്ക് ഇഫ് ഐ ഹാവ് ടു ബി ബോൾഡ് ഐ വിൽ ബി ബോൾഡ്. അല്ലാത്ത കാര്യം ഞാൻ ഒതുങ്ങി ഒരു വഴിക്ക് പോകും, ഒരു വഴക്കിനോ കണത്തിന് അങ്ങനെയുള്ള ഇതിനൊന്നും ഞാനില്ല. I'll just go my way. ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണോ? അല്ല, അതല്ലാതെ തന്നെ ട്രാവലിംഗ്, ഐ ലവ് ട്രാവലിംഗ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പ്രകാശിനാണേലും അമ്മു എൻ്റെ മോൾക്കാണേലും ട്രാവലിംഗ് ഇഷ്ടമാണ്. സോ ഹോളിഡേയ്സിന് വി മേക്ക് എൻ എഫേർട്ട്, ലൈക്ക് എവിടെയെങ്കിലും പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ 2 years അല്ലല്ലോ, 3 years ബാക്ക് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ അലാസ്ക, ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളൂ, അത്രയേ ഉള്ളൂ മെമ്മറീസ് എന്ന് പറയാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നപ്പോൾ ഞാൻ ഈയിടെ ആരും എൻ്റെ സിസ്റ്റർ ആരാണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഈജിപ്തിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ പിരമിഡ്സിലൊക്കെ അകത്തൊക്കെ പോയി. സോ വാക്കിംഗ് ത്രൂ ദ പിരമിഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ഐ എം നോട്ട് വെരി ഷുവർ ഇപ്പം പറഞ്ഞ പോലെ നാളെ വഴക്കുണ്ടാക്കേണ്ട ഇത്രയും വർഷമാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ 3 years അല്ല, മൈറ്റ് ബി 3000 years ബാക്ക് ഓർ സംതിങ്, ഈ മമ്മീസ് ഒക്കെ കിടന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ. സോ വാക്കിംഗ് ത്രൂ ഇറ്റ് വാസ് ലൈക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അത് ഹിസ്റ്ററിയാണ്. സോ ദാറ്റ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഇത് നമ്മൾ എന്താണ് ഫിക്ഷനും അങ്ങനെയൊന്നും അല്ലല്ലോ. ഇത്രയും വർഷം മുമ്പ് നടന്ന സംഭവം അതിൽ കൂടെ നമ്മൾ നേരിട്ട് കാണുന്നു, അനുഭവിക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. റിയലി എൻജോയബിൾ, ലൈക്ക് കാണാനോ അങ്ങനെ ഒരു. അപ്പം ഞാൻ പറയുന്നു വേൾഡ് വണ്ടേഴ്സ് കുറേ ഇനി കിടക്കുന്നുണ്ട്, നമുക്ക് ഇനി ടിക്ക് ചെയ്ത് ഓരോന്നിടത്ത് പോകാനായിട്ട്. ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അമ്മൂന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് USA അല്ലേ? അതെ, അമ്മൂ മോള്. പക്ഷെ അവളുടെ പേര് ദേവി നായർ. വിളിക്കുന്നത് ഞങ്ങൾ അമ്മൂ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് USA ഫിലഡൽഫിയയിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ, അവിടെയും വാട്ടൺ യൂണിവേഴ്സിറ്റി, ഇതിൽ 2 ഡിഗ്രി എടുത്തിട്ട് പഠിക്കുകയാണ്. ഡ്യുവൽ ഡിഗ്രി ഒരു കോഴ്സാണ്. അതിലിപ്പോൾ ചേർത്ത് ഞാനൊരു 2.5 മാസത്തോളം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബഹ്റിനിലേക്ക് വന്നു. ബഹ്റിനിൽ വന്നിട്ട് നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ വെച്ചു എന്തായാലും ആ സമയത്ത് വന്നത് നന്നായി. ബട്ട് ഇതോ ഫുള്ള് നിൽക്കാനുള്ള ഭാഗ്യമില്ല. എന്തായാലും ഇനോഗ്രേഷനും ബാക്കിയുള്ള കുറേ ഫിലിംസും വന്ന് കാണാനായിട്ട് കഴിഞ്ഞു. സോ ഹാപ്പി to meet so many friends. Like എന്താ വെച്ചാൽ ഒത്തിരി പേര് നമ്മൾ ഹോളിഡേയ്സിന് വരുമ്പോൾ എല്ലാവരും അങ്ങനെ കാണുന്നില്ല. അപ്പം ഇതൊരു കോമൺ ആയിട്ട് കുറേ ആൾക്കാരെങ്കിലും കാണാൻ പറ്റി, നല്ല സന്തോഷമുണ്ട്. അങ്ങനെ ഫെസ്റ്റിവൽ തന്ന എനിക്കൊരു ഗിഫ്റ്റാണ് ചേച്ചി.